മൂത്തമ്മയുടെ മകൻ അബുദാബിയിൽ അഡ്നോക്ക് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ എളാപ്പാടെ മകൻ ദുബായിലെ പ്രശസ്തമായ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ കുടുംബക്കാരൊക്കെ ഒരുവിധം പിന്നെ നല്ല കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ ചില വിസിറ്റിങ്ങിന് വന്ന ആൾക്കാർ ഇങ്ങനെ പൊങ്ങച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ 12 വർഷം മുമ്പ് ദുബായിൽ വന്നപ്പോഴേ പിന്നെ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു, ജോലിയൊക്കെ പെട്ടെന്നൊക്കെ കിട്ടും, ഒരുപാട് കുടുംബക്കാരും അതുപോലെ കൂട്ടുകാരൊക്കെ വലിയ വലിയ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്നുള്ള ഗമയോടെ പറയും. പക്ഷെ എന്താ കാര്യം ഉണ്ടായത്? അവസാനം പിന്നെ നമുക്കൊരു ജോലി കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങി പണിയെടുക്കണം എന്നുള്ളത് ഒരു വിവരം കിട്ടുന്നത് എങ്ങനെ അറിയൂ? ഈ വിസിറ്റിന് വന്ന സമയത്ത് ഇങ്ങനെ ഭയങ്കര ടെൻഷനും ഡിപ്രഷനൊക്കെ അടിച്ച് ഇങ്ങനെ റൂമിലിങ്ങനെ കിടക്കുകയും റൂമിലുള്ളവരൊക്കെ പണിക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ പണിക്ക് പോയ സമയത്തോടോ അങ്ങനെ ഈ കണ്ണൂരിലുള്ളൊരു കാക്ക എന്നെ വിളിച്ച് പറയുകയാണ്, പിന്നെ എൻ്റെ മൂത്തമ്മയുടെ മകനല്ലേ അവൻ ആ കമ്പനിയിലെ വർക്ക് ചെയ്യണേ, എൻ്റെ മറ്റാൾ ഇവിടെയല്ലേ വർക്ക് ചെയ്യണത്. അതെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഭയങ്കര ഗംഭീരങ്ങനെ പറയുകയാണ്. അപ്പോൾ ആൾ പറയുകയാണ്, ഇവരൊന്നും വർക്ക് ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യം അനക്കുണ്ടാവില്ല കേട്ടോ, നിനക്ക് ജോലി കിട്ടണമെങ്കിൽ നീ തന്നെ പണിയെടുക്കണം. അപ്പോൾ നീ വേക്കൻസി ഉള്ള സ്ഥലങ്ങളിൽ നീ എത്തിപ്പെടണം. ശരിക്ക് ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് ഉള്ള ഒരു മോട്ടിവേഷൻ ഇങ്ങനെയാണ് കേട്ടോ. വേക്കൻസി ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ എത്തിപ്പെടണം. അത് നമ്മുടെ ട്രേഡിൽ വേക്കൻസി ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടെ പിന്നെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നീട് അവിടുന്ന് ഒരു ഓട്ടമാണ്. ആ ഓരോ ഓട്ടത്തിൻ്റെ ഇടയിൽ എനിക്ക് പിന്നെ ഒരിക്കലും ജോലിക്ക് വേണ്ടിയിട്ട് ഒരാളുടെ കാല് പിടിക്കേണ്ടി വന്നിട്ടില്ല. വേക്കൻസി ഉള്ള കറക്റ്റ് സ്ഥലങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചു. പിന്നെ ജോലിയൊക്കെ പിന്നെ അങ്ങോട്ട് സെറ്റായി. അൽഹംദുലില്ലാ ഈ ഒരു കാലം വരെ കുഴപ്പമില്ലാതെ അങ്ങനെ പോകണം.